നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ഫെസ്റ്റ് 2K25 സമാപിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPIM ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിൽ തൊടുപുഴയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുവട്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ച തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വണ്ടമറ്റത്ത് ഗ്രീൻ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സൈഡിൽ നട്ടുപിടിപ്പിച്ച പൂച്ചെടികൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു. മലയോര സംരക്ഷണ ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ഫെസ്റ്റ് 2K25 സമാപിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയും കൂടുതൽ മികച്ച ഉള്ളടക്കത്തോടെയും ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് അവർ പറഞ്ഞു. തൊടുപുഴ ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രസ് ഫോട്ടോഗ്രാഫി മത്സര വിജയികളുടെ വിവരവും പ്രഖ്യാപിച്ചു. M. ചിനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രവും വെങ്ങല്ലൂർ നേച്ചർ ഫ്രഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ സൊസൈറ്റിയും ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. തൊടുപുഴയ്ക്ക് അവിസ്മരണീയമായ രാപ്പകലുകൾ സമ്മാനിച്ചുകൊണ്ട് തൊടുപുഴ ഫെസ്റ്റ് 2K25 സമാപിച്ചു. M. ചിനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രവും വെങ്ങല്ലൂർ നേച്ചർ ഫ്രഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ സൊസൈറ്റിയും ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. തൊടുപുഴ ലിസ് ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ സ്റ്റാളുകൾ സന്ദർശിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ്. കാർഷിക വിള പ്രദർശനം കൃഷിയുടെ പ്രാധാന്യത്തെ പുതുതലമുറയ്ക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് സ്റ്റാളുകൾ ഒരുക്കിയിരുന്നത്. കേരളത്തിലെ പ്രസിദ്ധരായ കലാകാരന്മാരുടെ സാന്നിധ്യം കൊണ്ട് കലാപരിപാടികളും ശ്രദ്ധേയമായിരുന്നു. കുട്ടികളടക്കം പ്രദേശവാസികളായ കലാപ്രവർത്തകർക്കും വിവിധ പരിപാടിയിൽ അവതരിപ്പിക്കുന്നതിന് അവസരമുണ്ടായി. ഈ വർഷത്തെ തൊടുപുഴ ഫെസ്റ്റിന്റെ സ്വകാര്യത പരിഗണിച്ച് 2025 ഡിസംബർ മാസത്തിൽ തന്നെ തൊടുപുഴ ഫെസ്റ്റ് 2K26 നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയും കൂടുതൽ മികച്ച ഉള്ളടക്കത്തോടെയും ഫെസ്റ്റ് സംഘടിപ്പിക്കും. തൊടുപുഴ ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രസ് ഫോട്ടോഗ്രാഫി മത്സര വിജയികളുടെ വിവരവും പ്രഖ്യാപിച്ചു. 1ാം സ്ഥാനം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ ഷിയാമയും, 2ാം സ്ഥാനം മാതൃഭൂമിയിലെ അജേഷ് ഇടവെട്ടിക്കും, 3ാം സ്ഥാനം റജു അർണോൾഡിനും ജിഷ്ണു പൊന്നപ്പനും പങ്കിട്ടു. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ തൊടുപുഴയിൽ നേരത്തെ കാർഷിക മേളയും ഫെസ്റ്റിവലെല്ലാം നടന്നിരുന്നു. കുറേ കാലമായിട്ട് അതെല്ലാം തൊടുപുഴയിൽ ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ മുതൽ ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും കച്ചവട മേഖലയിലുമൊക്കെ ഒരു ഉണർവുണ്ടാക്കുന്നതിന് ഇത്തരം ഫെസ്റ്റുകൾ ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാം അറിയാം. അതിനായിട്ടാണ് നമ്മൾ ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വീണ്ടും അടുത്ത വർഷവും ഭംഗിയായിട്ട് നമുക്ക് ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ കഴിയും. ഏറ്റവും നല്ല 1, 2, 3 ഫോട്ടോഗ്രാഫറെ തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം അവിടെ പ്രദർശനം ഉണ്ടായിരുന്നു. അത് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകമായി പുറത്തുനിന്നുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ച് ആ പുറത്തുനിന്നുള്ള കമ്മിറ്റിയാണ് നമ്മൾ ഈ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫി മത്സരത്തിനുള്ള ആളുകളെ തിരഞ്ഞെടുത്തുള്ളത്. 1ാം സമ്മാനം നേടിയിരിക്കുന്നത് ഷിയാമി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ലൈഫ് സേവിങ്സ് എന്ന് പറയുന്ന ചിത്രത്തിനാണ്. 2ാം സമ്മാനം അജേഷ് ഇടപെട്ടി മാതൃഭൂമി ഷോക്കേറ്റ വവ്വാൽ എന്ന ചിത്രത്തിനാണ് 2ാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. 3ാം സമ്മാനം നോക്കുമ്പോൾ 2 പേർക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് റജു അർണോൾഡ് മലയാള മനോരമ, ക്രിക്കറ്റർ ഷമിയുടെ ആഹ്ലാദം, അത് ആ ചിത്രത്തിനാണ് 3ാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. 3ാം സമ്മാനം മറ്റൊരാൾ കൂടിയുണ്ട്, ജിഷ്ണു പൊന്നപ്പൻ ദേശാഭിമാനി തെരുവ് നായയുടെ, അതിൻ്റെ അമ്മ നായയെ കൂട്ടിലിട്ട് കൊണ്ടുപോകുമ്പോൾ കൊച്ചു നായ എടുക്കുമെന്ന് കരയുന്ന ഒരു സീനുണ്ട്. തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ ഈ 3ാം സമ്മാനം 2 പേർക്കായിട്ട് വീതം വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരേപോലത്തെ നല്ല ഇത് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ബാക്കി പങ്കെടുത്ത എല്ലാവരുടെയും ഫോട്ടോസ് മോശം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ഫോട്ടോസ് നല്ലതാണ്. അതുകൊണ്ട് അവർക്ക് നാളെ നമ്മൾ ഇത് 1, 2, 3 സമ്മാനങ്ങൾ ഇതുപോലെയാണെങ്കിലും മറ്റാളുകൾക്ക് പങ്കെടുത്ത ആളുകൾക്ക് നമ്മളൊരു പ്രോത്സാഹനം പോലെ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഏഞ്ചൽ അടിമാലി മംഗളം, ടെൻസിംഗ് പോൾ മാധ്യമം, ശ്രീജിത്ത് PR മാതൃഭൂമി, ബിബിൻ സേവിയർ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്, KA സൈഫുദ്ദീൻ മാധ്യമം, നിഖിൽ ജോസ് വിഷ്ണു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ
മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, രാജീവ് പുഷ്പാങ്കദൻ, BB വിനയൻ, ഡോക്ടർ KK ഷാജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CPIM ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിൽ തൊടുപുഴയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ സമ്മേളനം വീണ്ടും തൊടുപുഴയിൽ എത്തുന്നത്. സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. 4 രാവിലെ 10 നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ജാഥ 2-ാം തീയതി പുറപ്പെടും. KS കൃഷ്ണപിള്ളയുടെയും TA നസീറിന്റെയും സ്മരണകൾ ഉറങ്ങുന്ന തൊടുപുഴ വീണ്ടും CPIM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് വേദിയാവുകയാണ്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ സമ്മേളനം വീണ്ടും തൊടുപുഴയിലെത്തുന്നത്. 1977 ആദ്യ ജില്ലാ സമ്മേളനവും തൊടുപുഴയിൽ തന്നെയായിരുന്നു. സമ്മേളനം ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൊടുപുഴ ലിസ് ഗ്രൗണ്ടിൽ 3, 4, 5, 6 തീയതികളിലായാണ് സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ജാഥകൾ ഞായറാഴ്ച പുറപ്പെടും. 4 രാവിലെ 10 പ്രതിനിധി സമ്മേളനം സീതാറാം യെച്ചൂരി നഗറിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, K രാധാകൃഷ്ണൻ, P രാജീവ്, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, VN വാസവൻ, M സ്വരാജ്, പുത്തലത്ത് ദിനേശൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, MM മണി MLA, ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PS രാജൻ, KS മോഹനൻ, VN മോഹനൻ, KV ശശി, VV മത്തായി, റോമിയോ സെബാസ്റ്റ്യൻ, MJ മാത്യു, ശൈലജ സുരേന്ദ്രൻ, R തിലകൻ എന്നിവർ സംസാരിക്കും. ഏരിയ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 355 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 6 വൈകിട്ട് 5 കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 50,000 പേർ അണിനിരക്കുന്ന പ്രകടനം വൈകിട്ട് 4 2 കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കും. CPMനെതിരെ വരുന്ന എല്ലാവിധമായ പ്രചരണങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് സമ്മേളനത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായും മറ്റൊരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയാത്ത രൂപത്തിലുള്ള ജനാധിപത്യ കേന്ദ്രീകരണ തത്വമെല്ലാം അംഗീകരിച്ച് 2072 പാർട്ടി ബ്രാഞ്ച് സമ്മേളനവും 158 ലോക്കൽ സമ്മേളനവും 15 ഏരിയ സമ്മേളനവും പൗരോജ്വലമായ പരിപാടിയോട് കൂടിയാണ് സംഘടിപ്പിച്ചത്. ഏതാണ്ട് 30,000-ഓളം വരുന്ന പുതിയ ജനവിഭാഗങ്ങൾ വിവിധ മേഖലയിലുള്ള സമ്മേളനത്തിൻ്റെ ഭാഗമായി പാർട്ടിയിലേക്ക് പുതിയതായി അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പതാക ജാഥ കൊളുത്താനുള്ള ഞായറാഴ്ച എല്ലാ ജാഥയും ജില്ലയിൽ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യപ്പെടും. അതിൻ്റെ ഭാഗമായി അഭിമന്യു രക്തസാക്ഷി കുടീരത്തിൽ നിന്നും KV ശശി നേതൃത്വം നൽകുന്ന കപ്പി കയർ ജാഥ ആരംഭിക്കും. ആ ജാഥ ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട മണിയാശാനാണ്. ആ ജാഥ കടന്നു വരുന്ന കേന്ദ്രങ്ങളിൽ ആ ജാഥയുടെ ഭാഗമായിട്ടുള്ള കാശിനാഥൻ, KN ഉൾപ്പെടെയുള്ള അനശ്വര രക്തസാക്ഷികളുടെ സ്മൃതി ദീപത്തിലൂടെ മണ്ഡപങ്ങളിലൂടെ പര്യടനം നടത്തി ഇവിടെ എത്തും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ നേതൃത്വം നൽകുന്ന പതാക ജാഥ വണ്ടിപ്പെരിയാറിൽ സഖാവ് T അയ്യപ്പദാസിൻ്റെ പിടികൂടിയത്തിൽ നിന്ന് ആരംഭിക്കും. ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മണിയാശാനാണ്. ആ ജാഥ കുപ്പക്കയത്ത് സഖാവ് KK ചെല്ലപ്പനെ കോൺഗ്രസ്സുകാരാണ് കൊലപ്പെടുത്തിയത്. അവിടെ നിന്ന് ആ ജാഥ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് KP മേരി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ആ ജാഥ കടന്നു വന്ന് അതിനോടൊപ്പം തന്നെ സഖാവ് തങ്കൻ്റെ ബലികൂടീരത്തിലൂടെ വന്ന് ആ ജാഥയും തൊടുപുഴയിലെത്തിച്ചു. ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നത് ഇരട്ടയാറിൽ സഖാവ് KK വിനോദിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ്. അത്ലറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് കൊണ്ടുവിടുന്നത്. കഴിഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജ് തെരഞ്ഞെടുപ്പിൽ കൊലപ്പെടുത്തിയ സഖാവ് ധീരജൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഒരു ഉപജാഥ ആരംഭിക്കും. ഈ ജാഥകളെല്ലാം 3-ാം തീയതി വൈകുന്നേരം തൊടുപുഴയിൽ എത്തിച്ചേരും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV മത്തായി, സ്വാഗത സംഘ കൺവീനർ മുഹമ്മദ് ഫൈസൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
ചെറുവട്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ച തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ EM അസ്ന അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് പരിചരണം സാമൂഹിക ഉത്തരവാദിത്തം, വേദനയിൽ ഒറ്റപ്പെടേണ്ട, കരുതലിന്റെ കരവലയം കൊണ്ട് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് എന്ന പ്രഖ്യാപനത്തോടെ ചെറുവട്ടൂരിൽ തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ മേഖലയിലും തണലിന് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഈ അടുത്ത നാളുകളിൽ ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ തണലിൻ്റെ ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ആരംഭിക്കപ്പെട്ടത് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. എത്രയോ വോളണ്ടിയർമാരുടെ സേവനം അത് നേരിട്ട് മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ EM അസേനാർ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. തണൽ പാലിയേറ്റീവ് കെയർ ജില്ലാ രക്ഷാധികാരി ജമാൽ പാനായിക്കുളം മുഖ്യപ്രഭാഷണം നടത്തി. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് തണൽ ചാരിറ്റി ബോക്സ് വിതരണ ഉദ്ഘാടനം നടത്തി. യോഗത്തിൽ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ OP അലി സ്വാഗതം ആശംസിച്ചു. വോളണ്ടിയർ ബാഡ്ജ് വിതരണം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ MV റെജി, ബൃന്ദ മനോജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇബ്രാഹിം കൗസരി, PM അബൂബക്കർ, പരീദ് കോട്ടയിൽ, നാസർ വട്ടേക്കാടൻ, KM പരീദ് കാവാട്ട്, PM അബ്ദുൾ സലാം, MM ഷാജഹാൻ നദവി, പ്രിൻസ് രാധാകൃഷ്ണൻ, MM കാസിം, സെയ്ദ് മുഹമ്മദ് കാവാട്ട്, വൈസ് ചെയർമാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഖാലിദ് CM, OP അലി, KH സൈനുദ്ദീൻ, അബ്ദുൾ സലാം, കബീർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ടമറ്റത്ത് പൂച്ചെടികൾ വെട്ടി നശിപ്പിച്ചു. ഗ്രീൻ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സൈഡിൽ നട്ടുപിടിപ്പിച്ച 50-ൽ പരം പൂച്ചെടികളാണ് ചില സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് വെട്ടി നശിപ്പിച്ചത്. മാതൃകാപരമായി നട്ടുപിടിപ്പിച്ച് വെള്ളവും വളവും നൽകി പരിപാലിച്ചു വരുന്ന പൂച്ചെടികൾ വെട്ടി നശിപ്പിച്ചവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഗ്രീൻ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഹരിത കേരള മിഷൻ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വണ്ടമറ്റം ഗ്രീൻ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സൈഡിൽ നട്ടുപിടിപ്പിച്ച 50-ൽ പരം പൂച്ചെടികളാണ് ചില സാമൂഹ്യ വിരുദ്ധർ ചേർന്ന് വെട്ടി നശിപ്പിച്ചത്. വണ്ടമറ്റം ഐരാമ്പള്ളി റോഡിന്റെ ഇരുവശങ്ങളിലായി സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിച്ചിരുന്ന മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കിയതിനു ശേഷമാണ് വിവിധ ഇനങ്ങളിലുള്ള പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയും പുൽത്തകിടി വെച്ചുപിടിപ്പിക്കുകയും ചെയ്തത്. മാതൃകാപരമായി നട്ടുപിടിപ്പിച്ച് വെള്ളവും വളവും നൽകി പരിപാലിച്ചു വരുന്ന പൂച്ചെടികൾ വെട്ടി നശിപ്പിച്ചതിൽ ഗ്രീൻ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ശക്തമായി അപലപിച്ചു. ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട്. ഈ നീചപ്രവൃത്തി ചെയ്തവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വണ്ടമറ്റം. തൊടുപുഴ നഗരസഭ പരിധിയിൽ സ്ഥാപിച്ചിരുന്ന അനധികൃത ബോർഡുകളും കൊടികളും നഗരസഭ ഫ്ലെക്സ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി ബോർഡുകളും കൊടികളും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അനധികൃതമായി ബോർഡ്, കൊടികൾ എന്നിവ സ്ഥാപിച്ചവർക്കെതിരെ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പിഴ ഈടാക്കുമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. തൊടുപുഴ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊടികളും നഗരസഭ ഫ്ലെക്സ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. പൊതുസ്ഥലങ്ങളിലും പാതയോരങ്ങളിലും ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി ബോർഡുകളും കൊടികളും കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതിയും DGPയും നിർദ്ദേശിച്ച പ്രകാരം FIR രജിസ്റ്റർ ചെയ്യുവാൻ നഗരസഭ തൊടുപുഴ പോലീസിന് ലിസ്റ്റ് സഹിതം കത്ത് നൽകിയിരുന്നു. തുടർന്ന് നഗരസഭ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവസേനന്റെ നേതൃത്വത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ, കൊടികൾ മുതലായവ പോലീസ് സാന്നിധ്യത്തിൽ നീക്കം ചെയ്തു. അനധികൃതമായി ബോർഡ്, കൊടികൾ സ്ഥാപിച്ചവർക്കെതിരെ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പിഴ ഈടാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. കോടതി വിധികളുടെയും സർക്കാർ ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ തൊടുപുഴ ടൗണിൽ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് നഗരസഭ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവസേനൻ, റവന്യൂ ഇൻസ്പെക്ടർ രാജേഷ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഏക്കോസ് 23 എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സിവിൽ സർവീസ് കോച്ചിങ്ങിന്റെ ഈ അക്കാദമിക വർഷത്തെ അവസാനത്തെ ക്ലാസ് തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓസ്ട്രിയയിൽ നിന്നും എത്തിയ നോറ ഷിൽ, മൈക്കിൾ ഷിൽ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. പ്രവേശന പരീക്ഷ നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഏക്കോസ് 23 എന്ന പേരിൽ സിവിൽ സർവീസ് കോച്ചിംഗ് നടത്തിവരുന്നുണ്ട്. ഒരു വർഷം 50 മണിക്കൂർ സമയം വെച്ച് അവധി ദിവസങ്ങളിലാണ് ക്ലാസ് നടക്കുന്നത്. ഏക്കോസ് 23യുടെ ഈ അക്കാദമിക വർഷത്തെ അവസാനത്തെ ക്ലാസ്സാണ് തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിൽ സംഘടിപ്പിച്ചത്. തൊടുപുഴ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
നിരവധി പ്രോഗ്രാമുകൾ ഈ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. ഇന്ന് നിങ്ങൾക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കാഞ്ഞിരാഞ്ചത്ത് പ്രശസ്തമായിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, നന്മയോഗി എന്ന പേരിൽ അറിയപ്പെടുന്ന ആയുർവേദ ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളെക്കാൾ കൂടുതൽ വിദേശീയരായിട്ടുള്ള നിരവധി ആളുകൾ അവിടെ ട്രീറ്റ്മെന്റിനായിട്ട് എത്താറുണ്ട്. ഈ സ്കൂളിലെ ടീച്ചർമാരും ഹിന്ദു ടീച്ചറും ഉൾപ്പെടെയുള്ള ആളുകൾ ഡോക്ടർ മനോജിന്റെ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളോട് സംവദിക്കുവാൻ പറ്റിയ ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ എത്തിയാൽ കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കണം എന്ന് ഡോക്ടർ മനോജിനോട് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് വിശിഷ്ട വ്യക്തികളെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവരുടെ ഉപദേശങ്ങളും അവരുടെ ക്ലാസ്സും ഒക്കെ കേൾക്കുവാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ കൂടിയിട്ടുള്ളത്. നമുക്കറിയാമോ, ഇന്ന് വിദ്യാഭ്യാസം രംഗം വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി അന്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ വിദേശത്തും ഒക്കെ നിരവധി കോഴ്സുകൾക്ക് ചേരുന്നു, അല്ലെങ്കിൽ പഠിത്തവും അതോടൊപ്പം ജോലിയുമായിട്ട് ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പുറത്തോട്ട് പോകുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിനുള്ള ഉന്നത ജോലികൾ ലഭിക്കുവാൻ, പ്രത്യേകിച്ച് സിവിൽ സർവീസിലൊക്കെ ലഭിക്കുവാൻ വേണ്ടിയുള്ള സാധ്യത ഉള്ള കഴിവുള്ള കുട്ടികളാണ് നിങ്ങൾ. അവരെ അത്തരത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ സ്കൂളിൽ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓസ്ട്രിയയിൽ നിന്നും എത്തിയ നോറ ഷീൽ, മൈക്കിൾ ഷീൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ ഇവർ ക്ലാസ് നയിച്ചു. And for the community, for the welfare of the nature, for the welfare of the society he is living in harmony with the culture he is living in, and also by coining this culture and the civilization in the future. The older you get and the better you are educated, you will have the chance and the possibility to change things in the society, within the culture and within the civilization you live in. This is actually what it is good for. So what do we need for education? What is happening when we get educated? തുടർന്ന് കുട്ടികളുമായി സംസാരിക്കുകയും ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജയന്തി സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ മനോജ് ചന്ദ്രശേഖർ, അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട്, പ്രോഗ്രാം കോർഡിനേറ്റർ ബെന്നി ജോസഫ്, MPTA പ്രസിഡന്റ് റംസി റസാഖ് എന്നിവർ ആശംസകൾ നേർന്നു. എക്കോസ് പ്രോഗ്രാം കോർഡിനേറ്റർ ബിന്ദു സിറ്റി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മലയോര സംരക്ഷണ ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. ഇപ്പോൾ വനാതിർത്തികളിൽ ഞങ്ങൾ പോയല്ലോ, ഭീതിയിലാണ്, പേടിയാണ്. രാത്രി ഒരു കരിയിൽ അനങ്ങിയ പേടിയാണ്. ബത്തേരി ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞത് 5 കടുവ ഇറങ്ങിയിരിക്കുകയെന്ന. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? പുല്ല് പറിക്കാൻ പോകാൻ പറ്റുമോ? ആശുപത്രി പോകാൻ പറ്റുമോ? ഒന്ന് കൃഷി മുഴുവൻ നശിച്ചു. പശുവിനെ കറന്നാണ് മിക്കവാറും പേര് ജീവിക്കുന്നത്. കറന്ന പാല് കൊണ്ടുപോയി സൊസൈറ്റി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? പേടിയാണ്, ഭയം. ഈ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ എത്ര പേരെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചത്? ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വാർഷികം നടന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ റോസി മാനുവൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ സംരംഭങ്ങൾ ഉണ്ടാകണമെന്നും അതിന് ബാങ്കിന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും റോസി മാനുവൽ അറിയിച്ചു. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് പ്രീത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു. തൊടുപുഴ ഗായത്രി ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ റോസി മാനുവൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ സംരംഭങ്ങൾ ഉണ്ടാകണമെന്നും അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും റോസി മാനുവൽ അറിയിച്ചു. ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് പ്രീത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ദീനദയ ചീഫ് എക്സിക്യൂട്ടീവ് ട്രസ്റ്റി KP ജഗദീഷ് ചന്ദ്ര,
ട്രസ്റ്റ് അംഗം PR സുന്ദരരാജൻ എന്നിവർ പ്രസംഗിച്ചു. സൊസൈറ്റി സെക്രട്ടറി MN അംബുജാക്ഷി അമ്മ സ്വാഗതവും സിനി സജി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സുശീല രഘു, റിട്ടയർഡ് കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ GS മധു, മുനിസിപ്പൽ വ്യവസായ ഓഫീസർ ജ്യോതിലക്ഷ്മി എന്നിവർ ക്ലാസുകൾ എടുത്തു. ഞാൻ കടയായി തുടങ്ങിയാൽ ഇവരൊക്കെ എനിക്ക് പൈസ തരുമല്ലോ, ഭക്ഷണം കൊടുത്തിട്ട് പൈസ കിട്ടുമല്ലോ, അപ്പൊ ഇതെനിക്കൊരു വിജയമാക്കാൻ പറ്റുമോ എന്നോർത്ത് അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പല ദിവസങ്ങളിൽ ചിന്തിച്ച് ഞാൻ അവസാനം തീരുമാനത്തിലെത്തി ഒരു കട തുടങ്ങാം. അപ്പോഴും മൂലധനം വലിയൊരു പ്രശ്നമാണ്. എന്നാലും ഞാൻ അതിനെയൊക്കെ മനസ്സിലിരുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനും ആദ്യമായിട്ട് ഒരു ചെറിയ കട, വീട്ടിൽ നിന്ന് എല്ലാവരും എന്നെ എതിർത്തു. ഇവിടെ ആരെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാൻ അങ്ങനെയൊക്കെ പുറത്തുനിന്ന് വരുമോ, അപ്പം നമുക്ക് കട പരാജയത്തിലാവുമോ? അന്നൊക്കെ നമുക്ക് അത്രയും പ്രായങ്ങളും കുറവാണ്. അപ്പൊ ചേട്ടനാണെങ്കിൽ പോലും എന്നോട് അത്രയ്ക്ക് സമ്മതിച്ചു തന്നില്ല. ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഒരു കട ഇടുമ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ വരുമ്പോൾ അതൊരു പ്രൈവസി നഷ്ടപ്പെടും, അപ്പൊ അതുകൊണ്ട് അത് വേണ്ട എന്നോട് തീർത്തു പറഞ്ഞു. എന്നിട്ടും വിട്ടില്ല. ഞാൻ ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കട നടത്തണം എന്ന് എനിക്ക് ആഗ്രഹം വന്നു. ഞാൻ അങ്ങനെ വീടിന്റെ മുറ്റത്ത് ഒരു പടുത കെട്ടി ഒരു ചെറിയ ഒരു ഭാഗം അടച്ചു മറയാക്കി അവിടെ ഞാൻ പലചരക്ക് സാധനങ്ങളും നാരങ്ങ വെള്ളം, ചായ, ചെറുകടികള്, പച്ചക്കറി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചാണ് ആദ്യം കട തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മുടെ റോഡിൽ കൂടി പച്ചക്കറി വിറ്റുകൊണ്ട് പോകുന്നവര് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ഒരു 2 പൊതി ചോറ് തരാമോ? ചേച്ചി ഇവിടെ വെക്കുന്നോട്ട് മതി ചേച്ചി, ഇവിടെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഊണ് കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്നും പഞ്ഞമാണ്, അതുകൊണ്ട് 2 ഊണ് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവർക്ക് 2 ദിവസം ഊണ് കൊടുത്തു. ഊണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഒരു ദിവസം, ചേച്ചി ഞങ്ങൾക്ക് ഒരു 10 പൊതി ചോറ് തരാമോ എന്ന് ചോദിച്ചു. തരാന്ന് പറഞ്ഞു. അവർ ആ ചോറ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് പോകുന്ന വഴിക്ക് അവരുടെ കൂട്ടുകാർക്ക് അവര് കൊടുത്തു. അങ്ങനെ അവര് 10 പേർക്ക് അങ്ങനെ കൊടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൗരാവകാശ രേഖ പ്രകാശനം, നീന്തൽ പ്രതിഭകൾക്കുള്ള അനുമോദനം, ഹരിതകർമ്മസേനയ്ക്കുള്ള കോട്ട് വിതരണം എന്നിവയും നടത്തി. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 77ാമത് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഇതോടൊപ്പം പൗരാവകാശ രേഖാ പ്രകാശനം, നീന്തൽ പ്രതിഭകൾക്കുള്ള അനുമോദനം, സമൂഹത്തിൽ കൂടിവരുന്ന മദ്യം, മയക്കുമരുന്ന് എതിരെയുള്ള വിമുക്തി പ്രഭാഷണം, ഹരിതകർമ്മസേനയ്ക്കുള്ള കോട്ട് വിതരണം എന്നിവയും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഹരിതകർമ്മസേനയ്ക്കുള്ള കോട്ട് വിതരണം ചെയ്തു. നീന്തൽ പ്രതിഭയായ റൈസ അജിംസിനെയും പരിശീലകൻ ബിജു തങ്കപ്പനെയും ചടങ്ങിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KS ഇബ്രാഹിം അനുമോദിച്ചു. തുടർന്ന് പൗരാവകാശ രേഖയുടെ പ്രകാശനവും വിമുക്തി പ്രഭാഷണം നടത്തുകയും ചെയ്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS ബെന്നി, ദീപ ഷാജു, KM സയ്യിദ്, വാർഡ് മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി, PP കുട്ടൻ, KK ഹുസൈൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ഷജി ബെസി, പഞ്ചായത്ത് സെക്രട്ടറി MM ഷംസുദ്ദീൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KK പ്രകാശ്, വിവിധ കക്ഷി നേതാക്കളായ ഷാജി വർഗീസ്, നിസാർ ഈറക്കൽ, MI കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ഡയമണ്ട് സ്പാർക്കിൾ ഫെസ്റ്റിന്റെ നറുക്കെടുപ്പ് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, വാർഡ് കൗൺസിലർ PG രാജശേഖരൻ, ഡയറക്ടർ അബ്ബാസ് മാസ്റ്റർ, മാനേജർ ചാൾസ് ഫിജോസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തൊടുപുഴ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തിനോടനുബന്ധിച്ച് ഡയമണ്ട് സ്പാർക്കിൾ ഫെസ്റ്റിന്റെ നറുക്കെടുപ്പ് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, വാർഡ് കൗൺസിലർ PG രാജശേഖരൻ, ഡയറക്ടർ അബ്ബാസ് മാസ്റ്റർ, മാനേജർ ചാൾസ് വി ജോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. നറുക്കെടുപ്പിൽ പനക്കര സ്വദേശി പടിഞ്ഞാറേ വീട്ടിൽ VM അജിംസ് വിജയിയായി. സമ്മാനമായി ലഭിച്ചത് ഹോണ്ട സൂം സ്കൂട്ടിയാണ്. സന്തോഷം. അതിപ്പോൾ നമ്മൾ വരുന്നുണ്ട്, ഇപ്പം തന്നെ വണ്ടി കൊണ്ടുപോകണം. എങ്ങനെയാ? ഓ അതല്ലേ. മനസ്സിലായി. അജിംസിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ഒരു വർഷത്തിനിടയിൽ 12,600ഓളം ആളുകൾ ബില്ലടിച്ച് അവിടുന്ന് സ്വർണം വാങ്ങിച്ചു എന്നുള്ളതാണ്. അതായത് ആവറേജ് 1000-ൽ മേലെ ആളുകൾ ഒരു മാസം
ഈ ഷോറൂമിൽ നിന്ന് സ്വർണം വാങ്ങിക്കുകയും മിനിമം ഒരാളുടെ കൂട്ടത്തിൽ 3-4 ആളുകൾ വരികയും ചെയ്താൽ ഒരു വലിയ ജനാവലി പഴയരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന മുഴുവൻ സ്വർണവും 916 എന്നുള്ളത് 917 918 ആയിരിക്കും. അതുപോലെ പഴയ സ്വർണം എടുക്കുമ്പോൾ സാധാരണ നമ്മളൊക്കെ 10 ഗ്രാമിന് 1 ഗ്രാം കുറയ്ക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് 10 ലക്ഷം രൂപയുടെ അനലൈസർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ വെച്ച് പ്യൂരിറ്റി ചെക്ക് ചെയ്ത് ആളുകൾ കൊണ്ടുവരുന്ന സ്വർണത്തിൽ എത്ര ഗ്രാം സ്വർണമുണ്ടോ അത് കണക്കാക്കി 18 ക്യാരറ്റ് ആണെങ്കിൽ 75% സ്വർണ്ണമാണുള്ളത്. 916 ആണെങ്കിൽ അത് 22 ക്യാരറ്റാണ്, 91.6% സ്വർണ്ണമാണ് അതിലുള്ളത്. ആ ഉള്ള സ്വർണത്തിന് ഇന്നുള്ള വില കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായപ്പോഴാണ് ആളുകൾക്ക് ഇതിൽ വിശ്വാസ്യത ഉണ്ടായിത്തീർന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നമ്മുടെ ഈ പഴയരി ഗോൾഡിൻ്റെ 1 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിലുള്ള ആഘോഷ പരിപാടികളിലാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, വിലപിടിപ്പുള്ള ഒരു സമ്മാനം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ആ സമ്മാനത്തിൻ്റെ നറുക്കെടുപ്പിന് വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഭാഗ്യശാലികൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കറിയാം. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു സെൻറ്റർ നമുക്ക് തുടങ്ങാൻ ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇനിയും നമ്മുടെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലും ഇതിൻ്റെ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇനിയുള്ള അവസരങ്ങളിലെല്ലാം ഇതുപോലുള്ള ഇത്തരത്തിലും ഇതിലും മികച്ച രീതിയിലുള്ള ഏറ്റവും നല്ല സർവീസ് നടത്തി ജനങ്ങളെ ഇതിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനും അവർക്ക് അനുയോജ്യമായ തരത്തിൽ കച്ചവടം നടത്തുന്നതിനും ഏറ്റവും ആത്മാർത്ഥമായ രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ടും ഇതിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നറുക്കെടുപ്പ് ചടങ്ങിൽ മറ്റ് കസ്റ്റമേഴ്സും സമീപവാസികളും പങ്കെടുത്തു. വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 1 മാസക്കാലമായി അതിവിപുലമായ ലോ ബഡ്ജറ്റ് ഡയമണ്ട് കളക്ഷനുകളാണ് ജ്വല്ലറിയിൽ പ്രദർശിപ്പിച്ചിരുന്നത്. വളരെ സന്തോഷം തോന്നി. നമ്മൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ നമുക്കൊരു സമ്മാനം കിട്ടിയൊരു സന്തോഷം. ഇനിയും ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടാനും ഒക്കെ നിങ്ങളുടെ അടുത്ത് വരുവാനും പർച്ചേസ് ചെയ്യാനൊക്കെ നമുക്കതിന് പ്രചോദനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ സന്തോഷം നമ്മുടെ സർവീസിലും കാര്യങ്ങളിലൊക്കെ സാറ് നിങ്ങളുടെ സർവീസ് നല്ല രീതിക്ക് ഇപ്പോൾ നമ്മൾ സാധനം എടുത്ത് നല്ല സർവീസാണ്, കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമില്ല. നിങ്ങൾക്കും നല്ല രീതിയിലേക്ക് ഈ ഉയർച്ച ഉണ്ടാവാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. റിയാദ് KMCC എറണാകുളം ജില്ലാ കമ്മിറ്റി കുടുംബസംഗമവും കലാമേളയും നടത്തി. റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CP മുസ്തഫ സാഹിബ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഉസ്മാൻ പരീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സൗദി തലസ്ഥാനമായ റിയാദിൽ റിയാദ് KMCC എറണാകുളം ജില്ലാ കമ്മിറ്റി മഹജൻ 2025 എന്ന പേരിൽ കുടുംബസംഗമവും കലാമേളയും നടത്തി. റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് CP മുസ്തഫ സാഹിബ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഉമ്മ മകന് നേരെ കൈ ചൂണ്ടിയാൽ ഭയപ്പെട്ടിരുന്ന ഒരു കാലത്ത്, മനുഷ്യർ തമ്മിൽ അകന്നു കഴിഞ്ഞ ആ കാലത്ത് ലോകത്ത് പട്ടിണി കിടക്കുമായിരുന്ന ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പ്രവാസ ലോകത്ത് ക്യാമ്പുകളിൽ കഴിയുന്നവർ,
മരുന്നു തീർന്ന രോഗികൾ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, ഏതെങ്കിലും നിലക്ക് നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇവരൊക്കെ സഹായത്തിന് വിളിച്ചത് ഈ KMCC പ്രവർത്തകരെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രവാസ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ കോവിഡ് ബാധിക്കാത്ത, മരണമില്ലാത്ത ചിരഞ്ജീവികളായ മനുഷ്യരല്ല. ഈ മനുഷ്യരുടെ സങ്കടങ്ങളിലേക്ക് ആകെ ഓടിയെടുത്ത KMCC പ്രവർത്തകർ നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യരാണ്. എനിക്ക് ഭാര്യയുണ്ടല്ലോ, എനിക്ക് മക്കളുണ്ടല്ലോ, എനിക്ക് കുടുംബമുണ്ടല്ലോ, ഈ വിശ്രമ ദിവസം എൻ്റേത് മാത്രമാണല്ലോ, ഞാനത് എന്തിന് മറ്റൊരാൾക്ക് വേണ്ടി മെനക്കെടണം എന്ന് ആ മനുഷ്യർ KMCC പ്രവർത്തകർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ പ്രവാസ ലോകം മലയാളികളുടെ ശവപ്പറമ്പായി മാറുമായിരുന്നു എന്നുള്ളത്. റിയാദ് KMCC എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഉസ്മാൻ പരീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംഘടനാ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഷുഹൈബ് പനങ്ങാങ്കര, നാഷണൽ കമ്മിറ്റി ഭാരവാഹികളായ ഉസ്മാൻ അലി പാലത്തിങ്കൽ, അബ്ദുൾ റഹ്മാൻ ഫാറൂഖ്, മുജീബ് ഉപ്പട, എറണാകുളം ജില്ലാ കമ്മിറ്റി ചെയർമാൻ ജലീൽ കരിക്കന, ട്രഷറർ കരീം കാനാപുറം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ഫെസ്റ്റ് 2K25 സമാപിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPIM ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിൽ തൊടുപുഴയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറുവട്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ച തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വണ്ടമറ്റത്ത് ഗ്രീൻ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സൈഡിൽ നട്ടുപിടിപ്പിച്ച പൂച്ചെടികൾ സാമൂഹ്യ വിരുദ്ധർ വെട്ടി നശിപ്പിച്ചു. മലയോര സംരക്ഷണ ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.